ഹായ്, ഐ മർഗാക്കി സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ. ഇന്നത്തെ വീഡിയോ നമ്മുടെ സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സിന് യൂസ്ഫുൾ ആകുന്ന വീഡിയോ ആണ്. നമ്മളൊരു അസസ്മെന്റ് കഴിഞ്ഞിട്ട് ഒരു സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ എന്ന നിലയിൽ നമ്മൾ ഇന്റർവെൻഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. അസസ്മെന്റ് എന്നത് കുട്ടിയുടെ നിലവിലെ സ്കില്ലുകൾ, നീഡ്സുകൾ, സ്ട്രെങ്ത്തുകളൊക്കെ മനസ്സിലാക്കാൻ സഹായിക്കുന്ന ആദ്യ ഘട്ടം തന്നെയാണ്. അസസ്മെന്റ് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ സെറ്റഡ് ആയിട്ടുള്ള ടീച്ചിങ് ആരംഭിക്കാൻ പാടുന്നതല്ല. കുട്ടിയുമായിട്ട് നല്ലൊരു ബന്ധം, റാപ്പോർട്ട് ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുക. ആദ്യത്തേത് നമ്മൾ കുട്ടിയുമായിട്ട് നല്ലൊരു ബന്ധം സ്ഥാപിക്കുക, ഒരു റാപ്പോർട്ട് ക്രിയേറ്റ് ചെയ്യുക. ലേണിംഗ് എൻവയോൺമെന്റിൽ ഒരു കുട്ടിയെ കംഫർട്ട് ആക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. മാത്രമല്ല കുട്ടികളുടെ നീഡ്സുകൾ, സ്ട്രെങ്ത്തുകളൊക്കെ തിരിച്ചറിയാനും ശ്രമിക്കുക. രണ്ടാമത്തേത് പറയുമ്പോൾ കുട്ടിയെ നമ്മൾ നല്ല രീതിയിൽ ഒബ്സർവ് ചെയ്യുക. കുട്ടിയുടെ ബിഹേവിയർ എന്താ, മോട്ടോർ സ്കില്ലുകൾ എന്താ, സെൻസറി റെസ്പോൺസ് എന്താ, അക്കാദമിക് സ്കില്ലുകൾ എന്താ, കൂടാതെ സിറ്റിംഗ് ടോളറൻസ് ഉണ്ടോ, ഐ ഹാൻഡ് കോർഡിനേഷൻ ഉണ്ടോ എന്നൊക്കെ മനസ്സിലാക്കുക. മാത്രമല്ല കുട്ടിയുടെ നിലവിലെ സ്കില്ല് മനസ്സിലാക്കിയിട്ട് അവരുടെ ബേസ് ലൈൻ ഡാറ്റ കളക്ട് ചെയ്യുക. മൂന്നാമത്തതാണ് ഗോൾ സെറ്റിംഗ്സ്. ഇതിൽ നമ്മൾ അസസ്മെന്റ് ഒബ്സർവേഷൻ അടിസ്ഥാനമാക്കിയിട്ട് IEP തയ്യാറാക്കണം. ഇൻഡിവിജ്വലൈസ്ഡ് എഡ്യൂക്കേഷണൽ പ്രോഗ്രാം തയ്യാറാക്കണം. നമ്മുടെ കുട്ടിയുടെ നീഡ്സുകൾ, സ്ട്രെങ്ത്തുകൾ, കൂടാതെ ഡെവലപ്മെന്റ് ലെവലുകളൊക്കെ പരിഗണിച്ചുകൊണ്ട് ഒരു ലോങ് ടേം ഗോളും ഷോർട്ട് ടേം ഗോളും എഴുതുക. ഗോൾ സെറ്റിംഗ്സിന് ശേഷം നമ്മൾ ഇന്റർവെൻഷനാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇന്റർവെൻഷനിൽ സ്കില്ലുകൾ ഘട്ടഘട്ടമായിട്ടാണ് പഠിപ്പിക്കുന്നത്. ആദ്യം നമ്മൾ കുട്ടിയിൽ ഡെമോൺസ്ട്രേറ്റ് കാണിക്കും. എന്നിട്ട് കുട്ടിയുടെ ആവശ്യമനുസരിച്ച് നമ്മൾ പ്രോംപ്റ്റുകൾ യൂസ് ചെയ്യും. അതിനുശേഷം കുട്ടിയിൽ സ്കില്ല് പഠിച്ചിട്ടുണ്ടെങ്കിൽ, കുട്ടിയെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ സ്കില്ലിൽ നമ്മൾ പ്രോംപ്റ്റുകൾ യൂസ് ചെയ്തിട്ടുണ്ടാവില്ല, അത് ഫെയ്ഡിങ് നടത്തിയിട്ട് കുട്ടിയെ മാക്സിമം ഇൻഡിപെൻഡൻ്റ് ആക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നു. ഇന്റർവെൻഷൻ കൊടുക്കുന്ന സമയത്ത് തന്നെ നമ്മൾ പോസിറ്റീവ് ആയിട്ടുള്ള റീഫോഴ്സ്മെന്റ് കൊടുക്കുക. ആക്ടിവിറ്റി നല്ല രീതിയിൽ ചെയ്യുകയാണെങ്കിൽ, കുട്ടിയിൽ നല്ലൊരു ബിഹേവിയർ കാണുകയാണെങ്കിൽ അപ്പോൾ തന്നെ നമ്മൾ പോസിറ്റീവ് റീഫോഴ്സ്മെന്റ് കൊടുക്കുക. സ്റ്റാർ, കുട്ടിക്ക് ഇഷ്ടമുള്ള ഫേവറേറ്റ് ടോയ്സുകൾ, മാത്രമല്ല വെർബൽ പ്രൈസുകൾ, ഗുഡ് ഡേ, എക്സലന്റ് കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കുക. മാത്രമല്ല കുട്ടിയിൽ ഇത് ഇൻട്രസ്റ്റ് കൊണ്ടുവരുമ്പോൾ കുട്ടിയിൽ കോൺഫിഡൻസ് ഒക്കെ ബിൽഡ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. ഇനിയുള്ളത് ഡോക്യുമെന്റേഷൻ. ഓരോ സെഷന് ശേഷം കുട്ടിയുടെ പെർഫോമൻസ്, അക്കാദമിക് ലെവലുകൾ, ഡിഫിക്കൽട്ടീസ്, ബിഹേവിയറുകൾ, അച്ചീവ്മെന്റ്സുകൾ, പ്രോംപ്റ്റ് ലെവലുകളൊക്കെ ഡോക്യുമെന്റ് ചെയ്യുകയും ഇതിലൂടെ കുട്ടിയുടെ പ്രോഗ്രസ് ട്രാക്ക് ചെയ്യാനും കഴിയുന്നു. പ്രോഗ്രസ് റിവ്യൂ. ഈ പ്രോഗ്രസ് റിവ്യൂവിൽ നമ്മൾ റെഗുലറായിട്ടും പ്രോഗ്രസ് റിവ്യൂ നടത്താറുണ്ട്. 3 മാസം കൂടുമ്പോഴും പ്രോഗ്രസ് റിവ്യൂ നടത്താറുണ്ട്. ഇതിൽ നമ്മുടെ കുട്ടിക്ക് നമ്മൾ എടുത്ത ഗോള് ഇംപ്രൂവ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ വിലയിരുത്താൻ സഹായിക്കുന്നുണ്ട്. മാത്രമല്ല നമുക്ക് IEPയിൽ നമുക്ക് പുതിയൊരു ഗോള് മോഡിഫൈ ചെയ്യാം. അതിനനുസരിച്ച് നമ്മൾ ടീച്ചിങ് സ്ട്രാറ്റജീസിൽ മാറ്റം വരുത്തുകയും ചെയ്യാം. പേരന്റ് കൊളാബറേഷൻ, ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. പേരന്റുമായിട്ട് നല്ല രീതിയിലുള്ള ബന്ധം സ്ഥാപിക്കുക. നമ്മുടെ സെഷന് ശേഷം കുട്ടിയിലുണ്ടായിരുന്ന പ്രോഗ്രസ്സുകൾ, ഇനി എന്തൊക്കെ മാറ്റം വരുത്തണം എന്നൊക്കെ പേരൻസുമായിട്ട് ഡിസ്കസ് ചെയ്യുക. മാത്രമല്ല ഹോമിൽ ചെയ്യാവുന്ന ആക്ടിവിറ്റീസ് നമ്മൾ നിർദ്ദേശിക്കുക. ഇത് ഹോംലി ആക്ടിവിറ്റീസ് കൊടുക്കുമ്പോൾ കുട്ടിയുടെ ലേണിംഗ് ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കുന്നത്. സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സ് വെറും ഒരു ടീച്ചിങ് മാത്രമല്ല ചെയ്യുന്നത്, നമ്മുടെ കുട്ടിയുടെ ഇൻഡിവിജ്വൽ നീഡ്സ് മനസ്സിലാക്കിയിട്ട് അവരെ ഇൻഡിപെൻഡൻ്റ് ആക്കാനാണ് ഹെൽപ്പ് ചെയ്യുന്നത്. ഈ വീഡിയോ ഓരോ സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സിനും യൂസ്ഫുൾ ആയെങ്കിൽ എന്നെ ഫോളോ ചെയ്യാൻ മറക്കരുത്.